ഹലോ എവരിവൺ. അപ്പൊ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ഇങ്ങനെ കാർ കയറിയിരിക്കുകയാണ്. രാവിലെ ഒരു 10:10 ടൈം. ഇന്നത്തെ ഡേ മൺഡേ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഗ്രാൻഡ് ആയിട്ട് അല്ലേ? ഒരാളും കൂടെ ഇവിടെ ഉണ്ട്. അങ്ങനെ കാണൂല, എവിടെയോ നോക്കണം. അതെ, കുഞ്ഞ് ഹാപ്പിയാണ്. അപ്പൊ നമ്മളിനി പോവാ അല്ലേ? 7 കിലോമീറ്റേഴ്സ് നമ്മളെങ്ങോട്ടാ പോണേ? എന്താ പേരല്ല ഹോസ്പിറ്റലിന്റെ പേരറിയില്ല, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് അറിയോ? ഏത് ഹോസ്പിറ്റലിലേക്ക്? ശ്രീറാം ഹോസ്പിറ്റലിലേക്ക്. ശ്രീറാം ഹോസ്പിറ്റലിലേക്ക്. ഫ്രണ്ട് ക്യാം ഓൺ ആക്കിയിട്ട് സംസാരിക്കുമോ? അവൻ റോഡാണ് ഷൂട്ട് ചെയ്യുന്നേ. അപ്പൊ എവിടേക്കാ നമ്മൾ പോകുന്നു? റെഡി എടുത്തു ഞാൻ. അപ്പൊ പിന്നെ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആക്കി. മുമ്പേ ചെയ്തു വെച്ച വ്ളോഗാണ്, പക്ഷെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇത് നമുക്ക് ഇടാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാൻ ഒന്നിനും കഴിഞ്ഞില്ല. ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടും പിന്നെ കുറേ ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിപ്പോയി. ഹോസ്പിറ്റൽ വീട്, പിന്നെ ഒരുപാട് തിരക്ക്, അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട്, വെബ് സീരീസൊക്കെ, അതെല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെ നമ്മൾ ഏകദേശം മുമ്പൊക്കെ ചെയ്ത് വെച്ചത് തന്നെയാണ്. പിന്നെ കുറച്ച് സീൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടാനേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി മുതൽ നമ്മുടെ ഡെലിവറിൻ്റെ വീഡിയോസ് എന്നാണ് ചെയ്യാത്തത്, ഇടാത്തതെന്നൊക്കെ എല്ലാവരും ചോദിച്ചു. ഇപ്പോഴാണ് അതിനുള്ള സമയം സൗകര്യമൊക്കെ ഉണ്ടായത്. ഇനി മുതൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓരോ ഡേയ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഹലോ. അപ്പൊ നമ്മൾ പിരിക്കുന്നത് 202 റൂം നമ്പറിൽ അല്ലേ? ശ്രീറാം ഹോസ്പിറ്റലിലാണ്. ഇപ്പോ നമ്മുടെ ഹെയർ ഒക്കെ കെട്ടി, ബാക്കി കമ്മലൊക്കെ ഊരി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാണ്. വന്നിട്ട് ഒരു 1.5 മണിക്കൂർ എല്ലാം ഉണ്ടാവും. ഓക്കെ, ഡോണ്ട് വറി ബേബി. നമ്മുടെ ഹേവക്കുട്ടൻ അവിടെയുണ്ട്, ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. വിശന്നു പോയടാ, മോന് വിശന്നു. ഓക്കെ, എന്നാലും അപ്പൊ നമ്മള് പോയിട്ട് വരാം. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ, വേഗം വരാം. പെട്ടെന്ന് എല്ലാം ഉണ്ട്, എല്ലാരും കൂടെ ഉണ്ട് അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്റെ ചക്രക്കുട്ടി മമ്മി വരട്ടാ വേഗം. എന്റെ ചക്രക്കുട്ടി മമ്മി വരട്ടാ വേഗം. ഇനി മമ്മി വേഗം വരാം. Yes, coming. 2 minutes ഉണ്ട് ഡാഡി. 3 minutes ഉണ്ട്. ഇതാണ് കുഞ്ഞൂസിന്റെ എക്സൈറ്റ്മെന്റ്. കുഞ്ഞു പറയുന്നത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു അല്ലെ കുഞ്ഞൂസെ? 3 minutes ഉണ്ട്, 2 minutes ഉണ്ട്. കൗണ്ട് ഡൗൺ തുടങ്ങി കുഞ്ഞൂസ്. ഹാപ്പി അല്ലേ കുഞ്ഞു? ബിരിയാണി കാണാൻ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ വിശേഷം അറിയാം. കുറെ ദിവസമായി നമ്മളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ടില്ലേ? കേൾക്കുന്നുണ്ടോ? ഹാപ്പിയാണോ? യുവിക എവിടെ? എന്ത് ചെയ്യാ യുവിക? ബേബി കരയാണ്, ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ്. ഇത്ര നേരം ഉറങ്ങായിരുന്നു, ഇപ്പൊ ജസ്റ്റ് എഴുന്നേറ്റു. കുഞ്ഞാപ്പിതാ അമ്മേന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നത്, വളരെ കംഫർട്ടബിൾ ആയിട്ടല്ലേ? വന്നത് തൊട്ട് അമ്മേന്റെ കൈ തന്നെയാണ്, ഇറങ്ങിയിട്ടില്ല. കിടത്തി കഴിഞ്ഞാൽ കരയും. അതെ, ഹേവൂസ് ആണെങ്കിൽ ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് കൊറേ ബേബീനെ ഇങ്ങനെ കളിപ്പിക്കാൻ നോക്കി, ഡാൻസ് കളിച്ചു നോക്കി. നമ്മള് 10 മാസം ആറ്റുനോറ്റ് കാത്തിരുന്നിട്ട് ഒരു തങ്കക്കുടം കയ്യിലിപ്പൊ വന്നു. വളരെ 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 ഹാപ്പിയാണ്. ഇതിനാണ് ഞങ്ങൾ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോകുന്നത്. അത് ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇടയിൽ ആരെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും പിണങ്ങിപ്പോയതാണോന്ന്. പിണങ്ങിപ്പോയതല്ല കേട്ടോ, ഈ തങ്കപ്പെടുത്തണം ഏറ്റു വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. പിന്നെ അനിയന് അവന് മോന് വരാൻ പറ്റാണ്ടാണ്. അവനിപ്പം രണ്ടാളും ഒരു ജോലിയല്ലേ, പിന്നെ മഴയും കാര്യങ്ങളും ഇവിടെ അതുപോലെ ചെറിയതൊക്കെ. അവൻ അവിടെ നിന്ന് അവന് പറമ്പും വയലും പുഴയൊക്കെ വേണം വീഡിയോസ് ചെയ്യാൻ. അവൻ അവിടെ നിന്ന് ഇനിയിപ്പോ കുഞ്ഞിനെയൊക്കെ കണ്ട് അവൻ ഇന്നലെ ഞാൻ തന്നെ വീഡിയോ കോളല്ല ഫോട്ടോ കാണിച്ചു കൊടുത്ത് വീഡിയോ കോൾ കണ്ടു അല്ലെ, വീഡിയോ കോൾ കാണിച്ചു കൊടുത്ത് ഭയങ്കര സന്തോഷമായി. ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ, ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും നഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല എന്താണ്, നമുക്ക് നല്ലൊരു സർക്കിൾ കിട്ടി, നല്ല മെമ്പേഴ്സ്. അപ്പൊ അത് കാരണം നമുക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല അല്ലേ. ഫുഡ് ആണെങ്കിലും ടൈം ടു ടൈം മോർണിംഗ് ലഞ്ച് ഡിന്നർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ പാക്ക് ചെയ്തെത്തി. അപ്പൊ ആ ടെൻഷനും ഒതുങ്ങി. ഓർഡർ ചെയ്ത് എത്തിക്കാനാണ് നാട്ടിൽ പോലെ. എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡേ നമ്മള് 15-ാം തീയതി ഏകദേശം ഒരു 10:30 എത്തിയില്ലേ, 10:15 നമ്മളെത്തി, 10:15 നമ്മളെടുത്തി. 12 തിയേറ്ററിൽ കയറിയില്ലേ, 12 കഴിഞ്ഞ് 12:30 എപ്പോഴായിരുന്നു ഡെലിവറി? 12:40 ആ ടൈമില് ഡെലിവറി നടന്നു. അതെ. അപ്പൊ എനിക്ക് നല്ല പേടിച്ചിട്ടാണ് ഞാൻ പോയത്. പേടി പോലെ എന്താ പറയാ, എനിക്ക് ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നു. പിന്നെ നമുക്ക് അറിയാലോ സെക്കൻഡും ഇങ്ങനെ ആയിരിക്കും. 38 വീക്സിലാണ് ഡെലിവറി നടത്തിയത്. 2 വീക്സ് ബിഫോർ ഇതായതുകൊണ്ട്, ഓപ്പറേഷൻ ആയതുകൊണ്ട്. അതിനുശേഷം പിന്നെ എന്താണ്, പിന്നെ ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ നേരെ ICUലേക്കല്ലായിരുന്നു, നമ്മുടെ റൂമിലേക്ക് തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ആശ്വാസം തോന്നി. കാരണം അത്രയും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വരുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് നമ്മുടെ ചുറ്റും. നമ്മ അച്ഛനും അമ്മയും ഹേവും ഒക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കേണ്ട ആ ഒരു ഇത് വരുന്നില്ല. ഒരു ദിവസം ആണെങ്കിലും നേരെ ഇങ്ങോട്ട് വന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് നേരെ ICUലേക്ക് പോയില്ല, നേരെ റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ പിന്നെ നമ്മുടെ ചേച്ചിമാരാണ്. ഒന്ന് എടുക്ക് നമുക്ക്. നമുക്ക് വാഷ് ചെയ്ത് തരാൻ വേണ്ടിട്ട് വന്നാട്ടോ ക്ലോത്ത്സ് ഒക്കെ. രണ്ടുപേര് വളരെ സപ്പോർട്ടീവ് ആൻഡ് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് വാഷിങ്ങിന് വേണ്ടിട്ട് വന്നല്ലേ. അവര് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവര് വാഷ് ചെയ്ത് എല്ലാം എന്താ പറയുക ഡ്രൈ ഒക്കെ ആക്കി ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കി കുറച്ചു കഴിഞ്ഞ് മടക്കി വൃത്തിയാക്കി ഇവിടെ കൊണ്ട് തരും. അതുവഴി നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. അപ്പൊ നമ്മള് 5 days 3 to 4 days ആണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്ക്. ഓരോ ദിവസം ഓരോന്ന്. ഇന്ന് തലവേദന, ഇന്ന് ഡിസ്ചാർജ് ആണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും പറ്റൂല. ഇനിയിപ്പോ നാളെ ആകാന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ അല്ലേ നോക്കാം എന്നേ പറയാൻ പറ്റൂ. അപ്പോ എന്താണ് ഇപ്പൊ ഞാൻ പറയേണ്ടത്? ഒന്നും പെയിൻ ഉണ്ടല്ലോ ചെറുതായിട്ട്. എനിക്ക് ചെറിയൊരു പെയിൻ 2-3 സൈഡ് കിടക്കാൻ തുടങ്ങിയല്ലേ, അപ്പൊ ഒരു സ്ട്രെയിനും കൂടി, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. ട്രിപ്പിലാണ് നമ്മുടെ ജീവിതം. വെള്ളത്തില് ട്രിപ്പ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കിട്ടിയ ട്രിപ്പാണ്. കുറെ ബോട്ടിൽ, ഞങ്ങൾ കുറെ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞിനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ. എന്റെ മെയിൻ പെയിൻ എന്ന് പറഞ്ഞാൽ വേറെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എന്നും ഞാനും അമ്മയും കൂടെ എന്താ ഒരു 50-50% ഉറങ്ങാൻ ഒരു ദിവസം പ്ലാനിട്ട് അത് നടന്നു. പക്ഷെ 2-ാം ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. അമ്മയ്ക്ക് എന്നാ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി എന്നിട്ട് രാവിലെ വരെ കുഞ്ഞിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും അല്ലേ, അത് വലിയ കാര്യം തന്നെ. എനിക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പൊ മോള് എണീറ്റിട്ട് രാവിലെ 7 മണി വരെ, ഞാൻ 7 മണിയായിട്ട് പറഞ്ഞില്ല, രാത്രി 12 മണിയായിട്ട് പറഞ്ഞു. 7 മണിയായിരുന്നു രാത്രി 12 മണിയൊക്കെ നോക്കുമ്പോൾ 7 മണിയായി. ഞാൻ ഉറക്കം വരില്ലല്ലോ. കുഞ്ഞിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും കിടക്കുമ്പോഴത്തേക്കും കരയും. ഞാൻ എണിച്ചു നേരത്തെ കുഞ്ഞിനെ എടുത്തെടുത്ത് തന്നെ നേരം പഠിപ്പിച്ചു. ഇതൊക്കെ ആരും അറിഞ്ഞില്ല. അറിഞ്ഞ തീരുമാനം ഇടയ്ക്ക് എണിച്ചൊക്കെ വരുമായിരുന്നു. അതിനാരെയും വിളിച്ചില്ല. കുഞ്ഞിനിപ്പോ അമ്മന്റെ പാൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, നോക്കാൻ സിസ്റ്ററിനാരും അങ്ങനെ എടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ലാബോട് എക്സ് കാണിച്ചിട്ട് അതാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം നമ്മൾ തുടങ്ങി, ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഇന്നോട്ട് തുടങ്ങിയില്ലേ, ഇന്നോട്ട് 3 ദിവസം ശേഷം. പിന്നെ മോൾ കിടക്ക് ആയ സമയത്ത് നമുക്കങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഫ്ലാസ്കിൽ വെള്ളം നിറപ്പിച്ചേക്കും, വെക്കും. അതെ, നമ്മൾ ലാക്ടോഡെക്സ് കുഞ്ഞുണ്ടായതും ലാക്ടോഡെക്സും കാര്യങ്ങളൊക്കെ വാങ്ങി റൂമിൽ വെച്ച് ഇത് നമ്മള് ഒരു ചെറിയ കിച്ചണൊക്കെ റെഡിയാക്കി ഇവിടെ. അതെ, അതിനകത്ത് വീട്ടിൽ നിന്ന് വേണ്ട സാധനങ്ങൾ, ഇൻഡക്ഷൻ കുക്കർ ചൂടാക്കാൻ, പിന്നെ കുറച്ച് ഓട്സ്, കഞ്ഞി ഉണ്ടാക്കാൻ അരി, ഒന്നും കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ, അത് നമുക്ക് എപ്പോഴാ വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങോട്ട് വന്നത്. അതെ അതെ. രാത്രി
ഇല്ല, ഇൻസൈഡ് ക്യാൻറ്റീൻ ഇല്ല, പക്ഷെ ഇവിടെ ഫുഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളമായിട്ട്. ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം കൊണ്ടുവരും. നമുക്ക് എന്ത് ഡിഷ് വേണം അങ്ങനെ പറഞ്ഞാൽ തന്നെ ഡെലീഷ്യസ് ഫുഡ് കൊണ്ടുതരും അല്ലേ? മട്ട പനീർ, പനീർ, അത് ഇത് അങ്ങനെ എന്ത് വേണേലും കിട്ടും നമുക്ക്. ഏക്കൂട്ടാ എന്നിട്ട് വാ. ഹേവൂസ് ഇതാ ഇവിടെ. ഹേവൂസിന്റെ പരിപാടി എന്താന്ന് പറയാ മെയിനായിട്ട്. ഹേവൂസേ, ഹേവു അവിടെ വന്നിട്ട് സംസാരിച്ച് കുറച്ച്. ഹേവൂസിന്റെ പരിപാടി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവികാന്റെ ഫ്രണ്ട് ചെന്നിട്ട് കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് ഹേവൂസ് കുറേ സംസാരിക്കും അല്ലെ? കഥ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടും, കുറേ കാര്യങ്ങള് കുറേ പറയും, കുറേ കിസ് ചെയ്യും അല്ലെ? അരെ നമ്മുടെ കുഞ്ഞിനെ. എന്നിട്ടോ ഇതാന്ന് കാണിച്ചു തരാ. സന്തോഷമായോ? ഹേവു വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടോ. സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം നിൽക്കാന്ന് പറഞ്ഞാല് അത് നമുക്ക് സ്കൂളൊക്കെ ഓഫാക്കി ഒരാഴ്ച, എന്നിട്ട് നമ്മുടെ കൂടെ നിർത്തിയില്ലേ? ഹേവൂസ് എന്തൊക്കെയാ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ കൊണ്ടുവന്നത്? ബുക്സ് കൊണ്ടുവന്നോ? പിന്നെ കളിക്കാൻ ഡാഡി വാങ്ങിയതാ. ഡാഡി വാങ്ങി തന്നു കാറ്. പിന്നെ ബുക്ക് വാങ്ങിയിട്ടുണ്ട് ഡാഡി. ആണ് ബുക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഡാഡി. ബേബിനെ ആദ്യം കണ്ടപ്പോ ബേബിന് എന്താ തോന്നിയേ? ഹാപ്പിനെസ് തോന്നിയോ? ഞങ്ങൾ എല്ലാരും തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. അപ്പൊ കുഞ്ഞോടത്ത് ഡാൻസ് കളിക്കായിരുന്നു അല്ലേ? കുഞ്ഞ് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു അതിന് കാണാൻ വേണ്ടിട്ട്. ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഡാൻസ് കളിക്കുന്ന. അവിടെ എവിടെ കയ്യിലങ്ങനെ തന്നു അല്ലേ? അമ്മക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ആ 15th നമ്മൾ അകത്തേക്ക് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി വിടുമ്പോ പേടിയുണ്ടായിരുന്നു അല്ലേ? ഒന്നോ ഭയങ്കര പേടിയാ. ഞാൻ പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കായിരുന്നു. അപ്പോഴേ തൊട്ട് നമ്മളെ പെട്ടെന്ന് ബാക്കിൽ എങ്ങനെ വന്നിട്ട് അമ്മ നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ടെന്ന് ഞാൻ ചെന്നൊക്കെ മറ്റൊരു കുട്ടിയിട്ടാ അവര് കൊല്ലത്തെ പറഞ്ഞു. ആരോ ഫ്രണ്ട് ആരോ വന്നിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അവർ വരുമ്പോഴും മലയാളി, പിന്നെ സിസ്റ്റർ മലയാളി, കുഞ്ഞിനെയും കൊണ്ടുവരുന്നു അവരും മലയാളി, പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ ഹിന്ദി അല്ലേ? കേരളം വിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ കേരളത്തിൽ എത്തിയ ഫീലിംഗ് ഉണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ കുഞ്ഞിനെ കാണാൻ വന്നു അതും മലയാളി. അപ്പൊ ഒരു കൊല്ലം. അപ്പൊ അച്ഛനൊരു ഫ്രണ്ട് ആയിട്ടുണ്ട്. അച്ഛൻ ഏത് നേരം ഇവിടെ നിൽക്കില്ല കേട്ടോ. അന്നും ഭക്ഷണം കഴിക്കും കുറച്ചു നേരം ഇവിടെ നിൽക്കും ഫ്രണ്ടില്. അച്ഛനൊരാളുണ്ട് ഫ്രണ്ടില്. അച്ഛൻ അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നേഴ്സിന്റെ ഹെഡ് നേഴ്സ് അത് മലയാളി, അവരുടെ ഭർത്താവ്. അപ്പൊ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് എന്താ പറയാ ഒരു മലയാളം തന്നെ തോന്നിയത്. പിന്നെ ഇവർക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അധികം ആരും കുഞ്ഞിനെ കാണാനും അങ്ങനെയൊന്നും ഞങ്ങൾ വിട്ടിട്ടില്ല. സിസേറിയൻ ആയതുകൊണ്ട് അതിരുമോ പറഞ്ഞത്ര അവരൊന്നും ഇവിടേക്ക് വരണ്ട എന്നുള്ളത്. നമ്മളിവിടെ കുറെ ഡിസ്കഷൻ വന്നു. ഒരാൾ നന്നായി ടയർഡ് ആയിട്ടുണ്ട്. വെള്ളം വേണല്ലേ? വെള്ളം കൊണ്ട് തച്ചക്കു വെള്ളം ബാക്കില് വിൻഡോ സൈഡില്. കുഞ്ഞൂസൻ ഇങ്ങനെ ആദ്യമായിട്ട് എന്റെ ഹേവുകൂട്ടൻ ബേബിനെ എടുത്തു. ഹേവൂസിന് ഇങ്ങനെ കൈ വെക്കാൻ എന്ത് ആഗ്രഹമായിരുന്നു അറിയോ? കുറെ ട്രൈ ചെയ്തു. ഇരിക്കാൻ കിടക്കാൻ പറ്റുന്നുണ്ടാ? ആരുടെ യുവികയാണ്? ഏട്ടന്റെ യുവികയാണ്? അമ്മയുടെ യുവിക? അച്ഛ യുവിക? ഞാൻ അമ്മ തങ്കക്കോടെ ഏട്ടൻ പ്രാർത്ഥിച്ച് ആര് തന്നതാണ്? ഗോഡ് തന്നതാ? ആരോടാ പ്രാർത്ഥിച്ചു യുവിക്ക് വേണ്ടിട്ട്? ഹേവു പ്രാർത്ഥിച്ചോ? ആരോട് പ്രാർത്ഥിച്ചോ? ഏത് ഗോഡ്? കൃഷ്ണനോട് എന്താ പ്രാർത്ഥിച്ചേ? അത് മാത്രമല്ല കേട്ടോ, ഗൽബവിനെ വേണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ എല്ലാ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരോടും ചെന്ന് പറയുകയും ചെയ്തു അല്ലേ? ലാസ്റ്റ് എല്ലാവരും ചോദിച്ചതാണ് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ, എന്താണ് കുട്ടി കേളല്ലേ എന്ന്. പോയാണോ ആരും ചോദിച്ചിട്ടില്ല. ആരും ചോദിച്ചില്ല. എല്ലാരോടും പറഞ്ഞു, ഡോക്ടറോടും പറഞ്ഞു എനിക്ക് ഗേൾ ബേബി ആവേണ്ടേ. നമ്മള് വീട്ടിലത്തെ കിച്ചണൊക്കെ വിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് അമ്മക്ക് പിന്നെ അടുത്ത പണി കിട്ടിയത് അല്ലേ? പിന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ ഒക്കെ ഇവിടെ കൊണ്ട് കുറച്ച് പാത്രം കൊണ്ട് ഇവിടെ ഫുഡ് എന്ന് വെച്ചാൽ മലയാളി അല്ലേ? അത് മലയാളി കുടുംബാണ്. അപ്പൊ നമുക്ക് രാവിലെ ദോശ കൊണ്ട് തരും, ദോശ ഇഡ്ഡലി കാര്യങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അവര് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ് നമുക്ക് കൊണ്ട് തന്നെ. അങ്ങനെ ദോശ മലയാളികൾ കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടെ കുക്ക് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോ ഇവിടെ എല്ലാ ഫുഡും ഇവിടേക്ക് എത്തി. പിന്നെ മോൾക്ക് ഇവിടെ ഞാൻ രാവിലെ തന്നെ ഓട്സ് ഉണ്ടാക്കി കൊടുക്കും.
പിന്നെ നെല്ലൂത്തരി കഞ്ഞിൻ തരി ഉണ്ടല്ലോ, അത് കഞ്ഞിയാക്കി കൊടുക്കും. ഇന്നലെ ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ. അപ്പൊ ഇന്ന് രാവിലെ ഓട്സ് ഉണ്ടാക്കി. അപ്പൊ കഞ്ഞി ഉണ്ടാക്കിയിട്ട് മോളെ ചോദിച്ചപ്പോ കഞ്ഞി വേണ്ട അമ്മ, ഓട്സ് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ നീ കുറച്ചും കൂടി കഴിഞ്ഞ ശേഷം ഓട്സ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ വെള്ളം ചൂടാക്കി കൊടുക്കും മോൾക്ക് കുടിക്കാനുള്ളത്. അതുപോലെ ഞങ്ങളും കുപ്പിവെള്ളം വാങ്ങിക്കുകയാണെങ്കിലും ഞാനും അച്ഛനൊക്കെ ചൂടാക്കിയിട്ട് ആ വെള്ളം ഞങ്ങൾ കുടിക്കുള്ളൂ. അങ്ങനെ ചെറിയ അടുക്കള അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ. ഗ്യാസ് ഒക്കെ കൊണ്ടുവന്ന്, ഗ്യാസ് അല്ല മറ്റേത് ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ആവശ്യത്തിനുള്ള ഇത് ഉണ്ടാക്കുന്നുണ്ട്. ചായ അതിൽ കട്ടൻ ചായ വയ്ക്കും, അതൊക്കെ ഉണ്ടാക്കാം. എന്താണെന്ന് മര്യാദക്ക് എഴുന്നേറ്റ് ഇരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഹാപ്പിയാണ്. എഴുന്നേറ്റ് കാസേരയിലൊക്കെ ഇരുന്നു അല്ലേ? ഇന്നാണ് കസാരയിൽ ഇരുന്നത് അല്ലേ? നമ്മൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് ട്രൈ ചെയ്തു, പക്ഷെ അറ്റംപ്റ്റ് പൊളിഞ്ഞു. നല്ല ബുദ്ധിമുട്ടായി, പിന്നെ പെയിനൊക്കെ കൂടി പ്രശ്നമായിപ്പോയി. ആ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ആട്ടോ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. വളരെ നല്ല സന്തോഷിക്കാനുള്ള എക്സ്പീരിയൻസ്. നമ്മളിവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് അല്ലെ, വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണെന്നറിയോ? എന്നെ ഇവിടുന്ന് സിസ്റ്റർ എല്ലാവരും നമ്മുടെ കണക്ഷനിലുള്ളവരാണ്. അത് ഹെഡ് നേഴ്സ് ആണെങ്കിലും ആണ്. ഓക്കെ, മിനി സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്താലോ എന്ന്. ഡോക്ടേഴ്സ് എല്ലാവരും വന്നിട്ട് പിന്നെ സാറിന് ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെ പോകാനുണ്ട്, സാർക്ക് ബിസിയായി പോകുന്നത്. കുറച്ച് ഡോക്ടേഴ്സ് വേണമല്ലോ എല്ലാം ഓരോ അനസ്തേഷ്യ കൊടുക്കാനും പിന്നെ അങ്ങനെ ഓരോന്നിനോരോന്നായിട്ട് അല്ലേ. വേറെ കേസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് സ്പെഷ്യലായിട്ട് സാറിന് ഇവിടെ മെയിനായിട്ട് ചെന്ന് പുള്ളിക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യാന്ന്. അത് ഞാൻ എന്താണ് നമുക്ക് കുറച്ച് ഷോക്ക് ഉണ്ടാക്കിയില്ല. അത് ജസ്റ്റ് 10:30 എത്തി ഹോസ്പിറ്റലിന്റെ അകത്ത് കയറി അപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതൊരു 12 to 3 എന്ന് പറഞ്ഞാൽ 12:30 എന്നുള്ള ടൈമിലേക്ക് മാറ്റി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുഞ്ഞുങ്ങളുടെ പീഡിയാട്രീഷ്യൻ ആണെങ്കിലും എന്റെ ഫ്രണ്ട്, അപ്പോ അങ്ങനോട് കുഞ്ഞിനെ കാണാൻ ഇപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തിയേറ്ററിൽ കയറണം എന്ന്. പക്ഷെ ജെൻസിനെ പൊതുവെ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ കയറ്റാറില്ലല്ലോ. ഇവിടെ ഓൺ റിക്വസ്റ്റില് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റി, കാണാൻ പറ്റി തിയേറ്ററിന്റെ ഉള്ളില്. അതൊക്കെ വലിയ എന്താ പറയാ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇവർക്ക് വലിയ എന്താ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഇങ്ങനെ തിയേറ്ററിലേക്ക് പോകണ്ടേ. ഞാനും കൂടെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ സമാധാനമായിരുന്നു അല്ലേ. പക്ഷെ ആ സമാധാനം എന്തായാലും ക്ലിയർ ആയി കിട്ടി. ഞാൻ ചെന്നു 2-3 പ്രാവശ്യം ഞാൻ കയറി വന്നു തിയേറ്ററിലേക്ക്. അതുപോലെ കുഞ്ഞൂസിനെയും കൂടെ കൊണ്ടുവന്നു, ഹേവുനെയും കൊണ്ടുപോയി ഒരു പ്രാവശ്യം. പിന്നെ സമാധാനം സിസേറിയന് ജസ്റ്റ് മുമ്പ് കേട്ടോ, ഞാൻ ട്രിപ്പിലല്ലേ. ഞാൻ ട്രിപ്പിലായിരുന്നു ആ സമയത്ത്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ്സ് അല്ലേ, ഒരു 15 മിനിറ്റ് ആയിട്ടില്ല, ഒരു 10 മിനിറ്റ് ജസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ നമ്മുടെ ശശാങ്ക് സാറ് കുഞ്ഞിനെയും കൊണ്ട് വരുന്നു. അപ്പൊ തന്നെ എന്നെ വിളിച്ചു, അകത്തേക്ക് പോകാൻ പറ്റി. അമ്മയ്ക്കും ഹെവനും പിന്നെ എന്നെ ഇവിടെ വരാൻ പറ്റില്ല. അമ്മയാണെങ്കിൽ ത്രില്ലടിച്ച് നിൽക്കാണ് സത്യം പറഞ്ഞാൽ. ആരെടുക്കും കുഞ്ഞിനെ, ഞാനെടുക്കും അമ്മ എടുക്കും ത്രില്ല് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം. അമ്മയോട് ഞാൻ മൊബൈൽ അമ്മ പിടിച്ചോ, ഷൂട്ട് ചെയ്താൽ മതി. വേണ്ട ഞാൻ എടുത്തോളാം കുട്ടീനെ. നമുക്ക് അത്രയും ത്രില്ലായിട്ട് നിൽക്കുകയായിരുന്നു. അമ്മേ ഹെവൂസ് അവിടെ കിടന്ന് ഡാൻസ് ആയിരുന്നു. പിന്നെ പക്ഷെ ശശാങ്ക് സാറ് പീഡിയാട്രീഷ്യൻ ആണ്, അങ്ങനെ തന്നെ നേരെ വിളിച്ചു സാർ വാന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പൊ കുഞ്ഞുനെ കുഞ്ഞിനെ ഓപ്പറേഷൻ ജസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്കൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. കുഞ്ഞിനെ അങ്ങനെ ആ ട്രെയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ അവിടുന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ആയിരുന്നു. ഇവിടെയും പ്രശ്നമായിരുന്നു. സാധാരണ ഈ ഹോസ്പിറ്റലില് ആൺകുട്ടി ആണെങ്കിൽ ഒരു ബ്ലൂ ഡ്രസ് കൊടുക്കും. ഓക്കെ, നമ്മൾ അങ്ങോട്ട് ഒരു ഡ്രസ്സ് സ്റ്റാർട്ടിങ്ങിൽ ഇടുന്ന ഡ്രസ് അല്ല. അപ്പൊ അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് തന്നെ ആൺകുട്ടി ആണെങ്കിൽ ബ്ലൂ കൊടുക്കും, പെൺകുട്ടിയാണെങ്കിൽ പിങ്ക് കൊടുക്കും. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ്. ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണ് തരാം. നമ്മള് ഓൾറെഡി കൊണ്ടുവന്നില്ലേ, നമുക്ക് സിസ്റ്ററിന്റെ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ടർക്കിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതൊന്നും വേണ്ട. ഇവരെന്നെ ടർക്കിയും അല്ലെ, ടവല്, പിന്നെ ഡ്രസ് എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല. ഡ്രസ്, ഒരു ക്യാപ്പ്, ഒരു ഡ്രസ്, പിന്നെ എന്താണ് അതന്നെ ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഒരു ചെറിയൊരു ടവലും, ഒരു വുളൻ ക്ലോത്ത്. ഓക്കെ, ഇത് പിങ്ക് ഗേൾ ആണെങ്കിൽ ബ്ലൂ ആൺകുട്ടി ആണെങ്കിൽ വെച്ചു. അതില് ഒരാള് മാത്രം പറഞ്ഞു പിങ്ക് അല്ല ബ്ലൂ ആണെന്ന്, ബാക്കിയുള്ളവരും പിങ്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവളുടെ പൈസ പോയി. അല്ലേ കൂട്ടാ, അവര് പിങ്ക് ഡ്രസ് തരണം, ബ്ലൂ തരണം എന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഇതാണ്ടില്ല എന്റെ വയറങ്ങോട്ട് അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സിസ്റ്റം ആണ് കേട്ടോ, ഇവരുടെ ഒരു രീതിയാണ്. ഇത് കഴിഞ്ഞ ബെൽറ്റ് ഇടണമെന്നുള്ള കമ്പൽസറി ആയിട്ട് ഇവിടെ അങ്ങനെ അബ്ഡോമിനൽ ബെൽറ്റ് നമ്മൾ വാങ്ങി വെച്ചു. പക്ഷെ എനിക്ക് എന്താ അതിട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ബാക്കി എല്ലാവരെ കൊണ്ടും ഇടിയിക്കുന്നുണ്ട്. അത് വയറ് താഴാനും പിന്നെ നമുക്കൊരു സപ്പോർട്ട് നിൽക്കാനിരിക്കാനൊക്കെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ഡേ തന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറയുന്നുണ്ട്, അതെല്ലായിടത്തും പറയും. പക്ഷെ എനിക്ക് കുറച്ച്
റിസ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. താഴെയും തലത്തിട്ടപ്പോഴും അല്ലാണ്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക്കലി ബോഡി എങ്ങനെയാണോ ആണ് അതിനനുസരിച്ച് ആയിക്കോട്ടെ എന്ന്. അപ്പൊ ഞാൻ അധികം റിസ്ക് എടുത്തിട്ട് അനങ്ങാനും പിടിക്കാനും ഒന്നും നിന്നില്ല. നോക്കുമ്പോ നെക്സ്റ്റ് ഡേ ആയപ്പോ എനിക്ക് റോളൊക്കെ ചെയ്യാൻ പറ്റി, ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കിടക്കാൻ പറ്റി. ഇന്നിപ്പോ ഞാൻ എഴുന്നേറ്റ് ചെയറിലിരുന്നു. അതുപോലെ തന്നെ ഈ ശബ്ദം ഇല്ലാണ്ട് പിടിച്ചിട്ട് തന്നെ ഇരിക്കാൻ തുടങ്ങി. സപ്പോർട്ട് ഇല്ലാണ്ട് ഇരിക്കാനും പറ്റും. ഇപ്പൊ വേറെ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സപ്പോർട്ടിൽ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ അത് കഴിഞ്ഞപ്പോ ഒരു ഹാഫ് ആൻ അവർ ടു 40 minutes ആയപ്പോഴത്തേനും അമ്മേനെയും കൊണ്ടുവന്നു, ഇവിടെയും കൂടെ കൊണ്ടുവന്നു റൂമിലേക്ക്. പിന്നെ ഇവിടെ നിന്നുള്ള പെയിൻ റെസ്റ്റ് അപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഏരിയ ആയിരിക്കണം റൂം. ഓക്കെ, അപ്പൊ ആ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും എന്താ ഹേവുക്കൂട്ടനടക്കം വളരെ വളരെ സൈലന്റ് ആയി വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കി. ഓക്കെ അല്ലെ, AC മാത്രം ഇട്ടു, നല്ല റൂമൊക്കെ നല്ല കൂളാക്കി വെച്ച് എന്ത് ചെയ്തു, ഇവിടെ മിണ്ടാണ്ടിരുന്നു. ആ 24 hours ഞങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ICU ഇരുന്ന ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ആ ദിവസം അങ്ങനെ തീർന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ മെസ്സേജ് പേഴ്സണൽ ആയിട്ട് വന്നു, അല്ലാണ്ട് നമ്മളിട്ട വീഡിയോസിൽ കമന്റ്സ് വന്നതാണ്. വളക്കാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഒരുപാട് പേര് ഞങ്ങൾ എല്ലാ പ്രേയേഴ്സ് ഉണ്ടാവും കൂടെ, പിന്നെ എപ്പോഴാണ് ഡേറ്റ് ചോദിച്ചിട്ട് കുറെ പേര് നമുക്ക് അറിയില്ല എന്നോട് കൃത്യമായിട്ട് പറയാൻ. കാരണം ഓഗസ്റ്റ് 3rd പിന്നെയാണ് പെട്ടെന്നാണ് ഡോക്ടർ ഫിക്സ് ചെയ്തത് ഒരു ഡേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡേറ്റ് അങ്ങനെ എടുത്ത് പറയാതെ ജൂലൈ മാസം എന്നൊരു ഡേറ്റ് മാത്രം ജസ്റ്റ് വേഗമായിട്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. പക്ഷെ ഒരുപാട് പേരുടെ പ്രേയേഴ്സ് അല്ലേ, വലിയ കാര്യം. അത് വലിയ കാര്യം. എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ പ്രേയേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും, ഒന്നുകൊണ്ടും പേടിക്കണ്ട അല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങൾ അഡ്വൈസ് ആയിരുന്നു കൊണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ബ്ലെസ്സിങ്സിനും ഒക്കെ ഒരുപാട് നന്ദി അല്ലെ. നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും തുടക്കം മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ഹാപ്പി മൊമെന്റില്. നമുക്ക് കുറെ വ്ലോഗ് ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇടാൻ പറ്റിയില്ല. അതൊക്കെ ഞങ്ങൾ 1 by 1 ആയിട്ട് ഇടും കേട്ടോ. നമ്മള് വീഡിയോസും ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോസ് ഉണ്ട്, പിന്നെ ന്യൂ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ആദ്യം നമ്മളൊന്ന് ഡിസ്ചാർജ് ആയിട്ട് അല്ലേ. ഇനിയും പ്രാർത്ഥിക്കണം, കാരണം നമ്മൾ സ്റ്റിൽ വി ആർ ഇൻ ഹോസ്പിറ്റൽ. ഇനി പുതിയ പുതിയ പ്രോബ്ലംസ് കാരണം ഓരോ ദിവസം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ ആ ഒരു ഇതൊന്ന് ഒരു റിലീഫ് വേണം ഇനി. ശരിക്കും ഞങ്ങൾ ഇന്ന് പോവാന്ന് വിചാരിച്ചാണല്ലോ, നമ്മള് ഇന്ന് പോകേണ്ടതായിരുന്നു. ഇപ്പൊ നാളെ പോവാന്ന് പറഞ്ഞു. ഇനിയിപ്പോ നാളത്തെ കാര്യം അറിയില്ല, അല്ലെങ്കിൽ നാളെ മറ്റന്നാളായിട്ട് എന്തായാലും ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആഫ്റ്റർ സിസേറിയന് ശേഷം. അതിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ പറയാനുണ്ട്, അതുകൊണ്ടാണ് അത് മാത്രമല്ല വന്നത് തൊട്ട് ആ വരുന്ന ദിവസത്തിന്റെ തലേദിവസം എന്നോട് പറയായിരുന്നു എനിക്ക് പേടിയാണെന്ന് അല്ലേ. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ, കുറെ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് പ്രേക്ഷകരുമായിട്ട്. അതെല്ലാം നമുക്ക് പറയാം, ഒരു വേറെ വീഡിയോ ഇന്ന് ഇനിയിപ്പോ കൂടുതൽ സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞാനും പുതിയ വിശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് ആയി സംസാരം തുടങ്ങിയിട്ടല്ലേ. അപ്പൊ ഇനി നീ റെസ്റ്റ് എടുത്തോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്രീ ടൈം കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ പിക്കപ്പ് ആകുമ്പോൾ നമുക്ക് ചെയ്യാം. റൈറ്റ്, എവിടെ തൊട്ടാലും ഇപ്പൊ ഹെവിനെസ് ആണ്. ഇവിടെ തൊട്ടാ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും, ഇവിടെ തൊട്ടാ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ബൈ ബൈ പറഞ്ഞ ഹേവ് കുട്ടാ. അപ്പൊ എല്ലാവർക്കും താൽക്കാലികമായിട്ടൊരു ബൈ.